നമസ്കാരം. ജൂൺ 19 വായനാ ദിനം. മനുഷ്യരാശിയുടെ മേൽ വാക്കിനോളം സ്വാധീനം ചെലുത്തിയ മറ്റൊരു ശക്തിയില്ല. വാക്കും അർത്ഥവും പോലെയുള്ള ഗാഢമായ ബന്ധം മറ്റൊന്നിനുമില്ല. ഇവിടെയാണ് വായനയുടെ പ്രസക്തി. മനുഷ്യനെ പൂർണ്ണനാക്കുന്ന അവൻ്റെ അറിവിനെ, കാഴ്ചപ്പാടുകളെ, ജീവിതബോധത്തെ സംസ്കരിച്ചെടുക്കുന്ന മഹനീയ അനുഭവമാണ് വായന. വിജ്ഞാനവും വിനോദവും പകരുന്ന നല്ല ചങ്ങാതികളാണ് പുസ്തകങ്ങൾ. ഇതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ 19 വായനാ ദിനമായും തുടർന്ന് ഒരാഴ്ചക്കാലം വായനാ വാരമായും കൊണ്ടാടുന്നു. പുസ്തകങ്ങളെയും വായനയെയും അതിരറ്റ് സ്നേഹിച്ച PN പണിക്കരുടെ ജന്മദിനമാണ് ജൂൺ 19. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞേതാവും പ്രചാരകനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായാണ് കേരളത്തിൽ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കപ്പെടുകയും അവയ്ക്കേറെ പ്രചാരം വരികയും ചെയ്തത്. വായനയുടെ പുതുലോകം സാധ്യമാകണമെന്നും ഗ്രന്ഥശാലകൾ ഇല്ലാത്ത ഗ്രാമങ്ങൾ കേരളത്തിൽ ഉണ്ടാകരുതെന്നും ആ മഹാൻ വളരെയേറെ ആഗ്രഹിച്ചു. 1926 കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാലയായ സനാതനധർമ്മം വായനശാല സ്ഥാപിച്ചതും അദ്ദേഹമാണ്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 1996 മുതൽ അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു. 2017 മുതൽ ഈ ദിനം ദേശീയ വായനാ ദിനമായും ആചരിക്കുന്നു. സ്വന്തം പാതകൾ വെട്ടിത്തെളിച്ച് മുന്നേറി ലോക ചരിത്രത്തിൽ സ്വയം അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെല്ലാം വായനയുടെ അനുഭൂതി എന്തെന്നും അതുളവാക്കുന്ന പരിപ്രവർത്തന പ്രതിഭാസമെന്തെന്നും അറിഞ്ഞവരാണ്. ലോകത്തിലെ പുരോഗമനപരമായ പല മാറ്റങ്ങൾക്കും കാരണമായത് അക്ഷരങ്ങളുടെ ശക്തിയാണ്. മനസ്സിൽ അറിവിൻ്റെ വെളിച്ചം നിറയുമ്പോൾ അജ്ഞതയുടെ ഇരുട്ടകന്നു പോകുന്നു. അതിന് സഹായിക്കുന്ന മാർഗദീപങ്ങളാണ് പുസ്തകങ്ങൾ. അവ നമ്മെ നന്മയിലേക്കും വിജയത്തിലേക്കും നയിക്കുന്നു. പുസ്തകങ്ങൾ വായിക്കുക എന്ന ശീലം ചെറുപ്രായത്തിൽ തന്നെ വളർത്തിയെടുക്കണം. ഈ വായനാ ദിനത്തിൽ പുസ്തകച്ചങ്ങാതികളോട് പിരിയാത്ത കൂട്ടുകൂടാം നമുക്ക്. അങ്ങനെ വായനയുടെ പൂക്കാലം മടങ്ങി വരട്ടെ, എക്കാലവും നിലനിൽക്കുകയും ചെയ്യട്ടെ. താങ്ക് യു.